പ്രാകൃതയുഗമുഖഛായകളെ തീരത്തു മത്സരിച്ചു മത്സരിച്ചു മരിക്കുമി തിരകളും നിങ്ങളും ഒരുപോലെ ഞാൻ 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 എന്ന ഭാവം ഈ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതികളുണ്ടല്ലോ, ഈ ഒരുപാട് പദ്ധതികളാണ് പ്രധാനമന്ത്രിയുടെ പേരിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആവർത്തിച്ച് ഞാൻ 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 പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതി ഞാൻ ഈ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് പ്രധാനമന്ത്രി ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റാത്ത അത്രയും എണ്ണം ആയി കഴിഞ്ഞു എന്നുള്ളതാണ് റെക്കോർഡാണ്. 14 പ്രധാനമന്ത്രിമാർ ഇതുവരെ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ പേരിൽ ഇത്രയും പദ്ധതികൾ ഉണ്ടാകുന്നത്. അത് വേറൊരു കാര്യമുണ്ട്, എല്ലാം നരേന്ദ്രമോദിയുടെ പേരിലുള്ളതല്ല, പക്ഷെ പ്രധാനമന്ത്രിയുടെ പേരിൽ അതിനകത്തൊരു ബുദ്ധിയുണ്ടല്ലോ. പ്രധാനമന്ത്രിയുടെ പദ്ധതി എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദി. അപ്പൊ പ്രധാനമന്ത്രി അന്നദാത ആയി സംരക്ഷൺ അഭിയാൻ. അല്ല, അതിനകത്ത് എനിക്ക് ഏറ്റവും ചിരി വരുന്ന സാധനം പ്രധാനമന്ത്രി കക്കൂസ് അല്ല, പ്രധാനമന്ത്രി ശൗചാലയ. പ്രധാനമന്ത്രി അതിപ്പോ ബിജെപിയുടെ രാജ്യത്തെ ഏറ്റവും വലിയ പദ്ധതി എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ അൽഫോൺസ് കണ്ണന്താനമൊക്കെ നാഴേക്ക് 40 വട്ടം കക്കൂസ് എന്നാണ് പറയുന്നത്. കക്കൂസ് മന്ത്രി എന്നാണ് അതായത് ട്രോളന്മാർ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കക്കൂസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചാലും തെറ്റില്ല. പ്രധാനമന്ത്രി നൈ മൻസിൽ യോജന എന്നുണ്ട്. നൈ മൻസിൽ യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന എന്ന് പറയുന്നത് ഇന്ദിരാ ആവാസ് യോജനയുടെ പേര് മാറ്റിയതാണ്. അങ്ങനെ UP സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും നിങ്ങളുടെ സർക്കാരിന്റെ പേരിലാക്കി ഈ പ്രധാനമന്ത്രി ജനങ്ങളിൽ ആവർത്തിച്ചിങ്ങനെ ഈ നിങ്ങളുടെ ഒരു അജണ്ട ഉണ്ടല്ലോ, ഈ ആവർത്തിച്ച് ഒരു കാര്യം പറയുമ്പോൾ ജനങ്ങൾ നിങ്ങളുടെ ആ വഴിക്ക് വന്ന് നിങ്ങൾക്ക് വോട്ട് കുത്തും എന്നുള്ള നിങ്ങളുടെ ഒരു തെറ്റായ ധാരണയുണ്ടല്ലോ. ഇപ്പോൾ ഈ പുതിയ ബജറ്റ് പീയൂഷ് ഗോയൽ അവതരിപ്പിച്ചതിനകത്തും 2 പദ്ധതികൾ പ്രധാനമന്ത്രിയുടെ പേരിലുണ്ട്. പ്രധാനമന്ത്രി ശ്രമം യോഗി മൻധൻ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നുള്ളതാണ്. അപ്പോൾ ഇത് 2 എണ്ണമാണ് ഈ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ BJP-ക്കാരുണ്ടല്ലോ ഇതിങ്ങനെ ലിസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ തള്ളി വിടുകയാണ്. പ്രധാനമന്ത്രി ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി സൗഭാഗ്യ യോജന, പ്രധാനമന്ത്രി ശൗചാലയ യോജന, ഇങ്ങനെ കുറേ യോജനകളുടെ പേര് ഇങ്ങനെ തുടർച്ചയായി ആവർത്തിച്ച് പ്രധാനമന്ത്രി ഇങ്ങനെ കുറേ പദ്ധതികൾ കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനം നടപ്പിലാക്കുന്നത് എന്ന് ഇങ്ങനെ മനുഷ്യർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുമല്ലോ, അതേ തന്ത്രമാണ്. ആ വളരെ കൃത്യമായിട്ടുള്ള ഒരു PR വർക്ക്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം കൃത്യമായി നടത്തുന്നു. അപ്പൊ ഗോപി പാടിയതുപോലെ ഈ പ്രാകൃത യുഗമുഖ ഛായകൾ ഇങ്ങനെ ആവർത്തിച്ച് പാടിയാൽ നിങ്ങൾ ഞാൻ തന്നെയാണെന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ അതുവഴി പ്രത്യേകിച്ചും നിങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികളൊക്കെ ജനങ്ങൾ അറിയാം. കാരണം അവർക്ക് ഏറ്റവും അധികം ഈ ഭാരതത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഞാൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള കുറേ പദ്ധതികളുടെ പേരിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി ശൗചാലയ യോജന, മൻ യോജന, ധൻ യോജന, അങ്ങനെ കുറേ യോജനകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയോജനം ഉണ്ടാകും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അത് ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ വരുന്ന പ്രവചനങ്ങളും സർവേകളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത്.